PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ LPUP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി LPUP ഇൻ്റർവ്യൂവിന് വേണ്ടി മാരത്തോൺ വീഡിയോസ് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. LPUP ഇൻ്റർവ്യൂവിന് പഠിക്കുന്നതിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ല, കുറേയൊക്കെ പഠിച്ചു കുറച്ച് റിവിഷൻ പോലെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 10 മോഡൽ എക്സാം LPUP ഇൻ്റർവ്യൂവിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും മോഡൽ എക്സാം വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. അതുകൂടാതെ LPUP ഇൻ്റർവ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നൽകിയ ഒരാൾക്ക് കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ നല്ല എളുപ്പമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കില്ലാത്തവർ കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ LPUP ഇൻ്റർവ്യൂ എന്ന് മെസ്സേജ് ചെയ്താൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും 10 മോഡൽ എക്സാമും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LPUP ഇൻ്റർവ്യൂവിന് വേണ്ടി നോക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വീക്കിലെ കറണ്ട് അഫേഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് അഫേഴ്സും ഇതുപോലെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രാദേശിക പദ്ധതിയുടെ സാധ്യത പരിശോധിക്കൽ, സഹകരണത്തിൽ പ്രൊജക്റ്റ് ക്രഷ്. പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാൻ സഹകരണ വകുപ്പ് പ്രൊജക്റ്റ് ക്രഷ് എന്ന പേരിൽ പ്രത്യേക സംവിധാനം ഒരുക്കുന്നു. പദ്ധതിയുടെ വരുമാന സാധ്യത, സാമ്പത്തിക സ്ഥിതി എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുക. അപ്പോൾ പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാനായിട്ട് സഹകരണ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണേത് പ്രൊജക്റ്റ് ക്രഷ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നു ഇന്ത്യയുടെ സ്വന്തം AI മോഡൽ. ചൈനയുടെ ഡിബിക്സ് AI ആപ്പ് സൃഷ്ടിച്ച ആശങ്കകൾക്കിടെ 6 മാസത്തിനുള്ളിൽ സ്വന്തം AI മോഡൽ പുറത്തിറക്കാൻ ഇന്ത്യയും ഉയർന്ന നിലവാരമുള്ള സാധാരണക്കാർക്ക് ചുരുങ്ങിയ നിരക്കിൽ ഉപയോഗിക്കാവുന്ന AI മോഡൽ പുറത്തിറക്കാമെന്ന് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. അപ്പോൾ ഇന്ത്യക്കും പുതിയ AI മോഡൽ വരാൻ പോവുകയാണ്. ഇനി വിഴിഞ്ഞം വികസനം മുദ്ര മോഡലിൽ ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിൻ്റെ മാതൃകയിൽ വിഴിഞ്ഞത്ത് പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കുന്ന അദാനിയുടെ പ്രഖ്യാപനം തലസ്ഥാനത്തിന് പ്രതീക്ഷ പകരുന്നു. അപ്പോൾ ഏത് തുറമുഖത്തിൻ്റെ മാതൃകയിലാണ് സാമ്പത്തിക രീതിയിൽ ഈ നമ്മുടെ വിഴിഞ്ഞം വികസനം വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തിൻ്റെ മാതൃകയിലായിരിക്കും വരാൻ പോകുന്നത്. നിലയത്തിലേക്ക് ആദ്യ ഇന്ത്യക്കാരൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ചരിത്രം രചിക്കാൻ സുധാംശു ശുക്ലയെ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായി സുധാംശുവിനെ ഇക്കൊല്ലം നടക്കുന്ന ആക്സിയോം ദൗത്യം 4ൻ്റെ പൈലറ്റായി തിരഞ്ഞെടുത്തു. അപ്പോൾ ആദ്യമായിട്ട് ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നുള്ള ഖ്യാതി സുധാംശു ശുക്ലുവിന് ലഭിക്കാൻ പോവുകയാണ്. ഇനി ലോക റെക്കോർഡ് തകർത്ത് ചൈനയുടെ കൃത്രിമ സൂര്യൻ ഉപയോഗിച്ച് ഉയർന്ന താപനില സൃഷ്ടിച്ച ചൈനയുടെ ശാസ്ത്രജ്ഞർ ചൈനയുടെ കൃത്രിമ സൂര്യൻ എന്നറിയപ്പെടുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറാണ് ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ചൈനയുടെ കൃത്രിമ സൂര്യൻ ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയാണ് കൃത്രിമ സൂര്യൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെയാണ്? ചൈനയുടെ ആണെന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതാ ചരിത്രം തിരിച്ചുവരവ് അനിശ്ചിതത്വത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം നടന്ന് 5 മണിക്കൂർ. അപ്പോൾ നിങ്ങൾക്കറിയാം സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോയിട്ട് പല പ്രശ്നങ്ങൾ കാരണം തിരിച്ചു ഭൂമിയിലേക്ക് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് കുറച്ച് മാസങ്ങളായിട്ട് ബഹിരാകാശത്ത് നിലനിൽക്കുന്നൊരു വ്യക്തിയാണ് സുനിത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ന്യൂസ് കട്ടിങ്ങിൻ്റെ ഒക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഇതിന് ഒരു ചരിത്രം കൂടി സുനിത എഴുതിയേക്കാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബഹിരാകാശ നടത്തം 9ാം തവണ 62 മണിക്കൂർ 6 മിനിറ്റ്. ബഹിരാകാശ യാത്ര 3 തവണ. ബഹിരാകാശത്തേക്ക് എത്തിയ 2ാമത്തെ ഇന്ത്യൻ വംശജ. ബഹിരാകാശത്തേക്ക് മാരത്തോൺ നടത്തിയ ആദ്യ വ്യക്തി. ബഹിരാകാശത്ത് ആദ്യമായി ട്രയൽത്തൺ നടത്തി. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് സുനിതയുടെ റെക്കോർഡിന് ഉള്ളത്. ചിത്രമായി കൽപ്പന 22ാം ചരമവാർഷികം ഇന്ന്. ഫെബ്രുവരി 1-ാം തീയതി എത്തുന്ന ആകാശത്തോളം പരന്ന ഒരു നോവിൻ്റെ ഓർമ്മയാണ്. 22 വർഷം മുമ്പ് ഇതേ ദിവസമാണ് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തിരികെ വന്ന കൊളംബിയ എന്ന സ്പേസ് ഷട്ടിൽ തീ പിടിച്ച് ആകാശത്ത് കത്തി നശിച്ചത്. അപ്പോൾ 22ാം ചരമവാർഷികം വരുന്നിട്ടുള്ള വ്യക്തി മരിച്ചിട്ട് ആരാണ്? കൽപ്പന ചൗളയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ ഈ അടുത്തിടെ 22ാം ചരമവാർഷികം വന്ന ഇന്ത്യയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തി ആരാണ്? കൽപ്പന ചൗളയാണ് കേട്ടോ. BCCI ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. ഇന്ത്യൻ ക്രിക്കറ്റ് ബോളിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന് സമ്മാനിക്കും. കർഷകർക്ക് സഹായം. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി. അപ്പോൾ കർഷകർക്ക് ഈ തവണത്തെ ബഡ്ജറ്റിൽ ഏറ്റവും വലിയ സഹായം കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കിയിരിക്കുന്നു. നികുതി ഘടനയിൽ മാറ്റം. പുതിയ നികുതി സ്ലാബുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 4 മുതൽ
8 ലക്ഷം വരെ 5%, 8 മുതൽ 12 ലക്ഷം വരെ 10%, 12 മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 മുതൽ 24 ലക്ഷം വരെ 25%മാണ് നികുതി സ്ലാബിൽ വന്നിട്ടുള്ള 2025 മാറ്റം കേട്ടോ. നികുതി താഴേക്ക് ആശ്വാസം. 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല. അപ്പോൾ 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് എന്താണ്, ആദായ നികുതി നൽകേണ്ടതില്ല. അത് ഈ തവണത്തെ ബഡ്ജറ്റിൻ്റെ വലിയൊരു അട്രാക്ഷൻ പോയിന്റ് ആണ് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കണേ. അതുപോലെ ജലജീവൻ മിഷൻ 2028 വരെ നീട്ടിയിരിക്കുന്നു. അപ്പോൾ ജലജീവൻ മിഷൻ എത്ര വരെയാണ് പുതിയ ബഡ്ജറ്റ് നീട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 2028 വരെയാണെന്ന് പറയാൻ പറ്റണം. അതുപോലെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചൗള അന്തരിച്ചു. അപ്പോൾ ഈ അടുത്തിടെ അന്തരിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്, നവീൻ ചൗളയാണെന്ന് കൂടി ഓർക്കുക. റെക്കോർഡ് അവതരണം തുടർച്ചയായ 8ാം തവണത്തെ റെക്കോർഡ് ബഡ്ജറ്റ് അവതരണമാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ നടത്തിയത്. ഒരേ പ്രധാനമന്ത്രിയുടെ കീഴിൽ തുടർച്ചയായി 8ാം തവണയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ റെക്കോർഡ് 8 തവണയും ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് നേടിയ വ്യക്തി ആരാന്ന് ചോദിക്കണം, ആരാണ്, നിർമ്മല സീതാരാമനാണെന്ന് ഓർക്കണം കേട്ടോ. കുഞ്ഞൻ പിള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ AM ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ ശൂരനാട് കുഞ്ഞൻ പിള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്, ഡോക്ടർ AM ഉണ്ണികൃഷ്ണന്. ശൂരനാട് കുഞ്ഞൻ പിള്ള പുരസ്കാരം ഡോക്ടർ AM ഉണ്ണികൃഷ്ണനാണ്. അപ്പോൾ ശൂരനാട് കുഞ്ഞൻ പിള്ള പുരസ്കാരം ആർക്കാണ്, ഡോക്ടർ AM ഉണ്ണികൃഷ്ണനാണ് ലഭിച്ചിട്ടുള്ളത്. ഓൺലൈനിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കേരളമാകെ പോക്കറ്റ് മാർട്ട്. ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ ലഭ്യമാക്കാൻ സംവിധാനം ഒരുങ്ങുന്നു. കുടുംബശ്രീയുടെ ഇ-കൊമേഴ്സ് പോർട്ടലായ പോക്കറ്റ് മാർട്ടിൽ ഓർഡർ ചെയ്ത ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിന് ദേശീയതലത്തിൽ ലോജിസ്റ്റിക് കമ്പനിയുടെ ധാരണാപത്രം ഒപ്പുവയ്ക്കാം. അപ്പോൾ എന്താണ്, രാജ്യത്ത് എവിടെയും നിന്നും ഓൺലൈനായിട്ട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കേരളമാകെ പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്ന ആപ്പിലൂടെ ഇനി ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ക്യാൻസർ പ്രതിരോധം ആരോഗ്യമാനന്ദം ഉദ്ഘാടനം ഇന്ന്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് നടത്തുന്ന ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അപ്പോൾ ക്യാൻസർ പ്രതിരോധത്തിനുള്ള ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് നടത്തുന്ന ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം ക്യാൻസറിൻ്റെ ഉദ്ഘാടനം ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതായിരിക്കും. ഇത്രയുമാണ് ഈ ഒരു ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെയിലി കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാ ആഴ്ചത്തെയും എല്ലാ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കോ അതുപോലെ 10 മോഡൽ എക്സാം LPP ഇൻ്റർവ്യൂവിൻ്റെ 10 മോഡൽ എക്സാമോ LPP ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ LPUP ഇൻ്റർവ്യൂ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.